പുസ്തകം ഒരുപാടുണ്ട്. ഈ സൈഡിലില്ലല്ലോ. നല്ല സാരികളല്ലേ അമ്മേ? ഇത് നന്നായിട്ടുണ്ട്. വില കൂടുതലാട്ടോ. കാശുണ്ടായിട്ടല്ലേ അമ്മേ കൊടുക്കട്ടെ. എല്ലാത്തിനും ഉണ്ടൊരു വയസ്സും ടേസ്റ്റ്. സെലക്ട് ചെയ്ത് ഞങ്ങൾ ആരുമല്ല, ചെറുപ്പക്കാരൻ തന്നെയാണ്. നിന്റെ ഗോവി. അത് പറ, പിന്നെങ്ങനെ നന്നാവാ? ഞാനും കൂടി വരാന്ന് പറഞ്ഞതാ. കേൾക്കണ്ടേ കോവി? ഇതിലും ഭേദം മുത്തച്ഛന്റെ ടേസ്റ്റാ. ദാ വന്നു തോന്നണു. ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓ, ഇതിനെന്താടി കുഴപ്പം? ഇതൊക്കെ ഒരു നമ്പറല്ലേ അമ്മേ? കോവി അങ്ങ് ചൂടാവുന്ന ഈ ചൂടാവട്ടെ. കച്ചേരി എങ്ങനെയിരുന്നു? അച്ഛനും ഏട്ടനും പേര് ദോഷം ഉണ്ടാക്കിയില്ല. നന്നായിരുന്നു. നന്നായിരുന്നു മാത്രല്ല ഗംഭീരായിരുന്നു. കണ്ടില്ലേ മാലിയും പൊക്കെയൊക്കെ. ഏട്ടനോടെ? ഇന്നലെ പോയതാ മണ്ണാർക്കാടിന്. ആരെ കാണുമെന്നും പറഞ്ഞ് എത്തിയിട്ടില്ല. ഏട്ടൻ കോയമ്പത്തൂർ വന്നിരുന്നു. ഓ, ഞാൻ പറഞ്ഞില്ലേ രമണി, അവൻ പോവാണ്ടിരിക്കില്ല. കച്ചേരി കേട്ടു, വലിയ സന്തോഷായി. അച്ഛന്റെ ഈ മാല എനിക്ക് ഊരിയിട്ട് തന്നു. കച്ചേരി കഴിഞ്ഞ് അവിടെ മുഴുവൻ അന്വേഷിച്ചു. ഞാൻ വിചാരിച്ചു ഇവിടെ എത്തിയിട്ടുണ്ടാവുന്നു. അവൻ സന്ധ്യക്ക് മുമ്പ് ഇവിടെ എത്തും. അല്ല, അമ്മയും മോളും വീടും പൂട്ടി ഇങ്ങോട്ട് പോന്നു. പിന്നെ എത്ര നേരം ഒരാളെ കാത്തിരിക്കാ? ഉച്ചയ്ക്ക് മുമ്പ് വരും പറഞ്ഞല്ലേ? അത് പോട്ടെ, ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം. ഇനിയിപ്പോ എന്തിനാ അങ്ങോട്ട് പോണേ? മുണ്ടും ഷർട്ടും ഒക്കെ കൊണ്ടു. രമണി വലിയ വിഷമത്തിലാ. ഏട്ടത്തി ഇങ്ങനെ നെർവസ് ആയാലോ? ഏട്ടൻ ഇങ്ങനെ വരില്ലേ? എനിക്ക് പേടി വല്ലയിടത്തും കുടിച്ച് വീണിട്ടുണ്ടാവുന്നു. ഇപ്പൊ പഴയതിനേക്കാൾ അപ്പുറ ഗോപി. കച്ചേരിക്ക് വന്നപ്പോഴും നന്നായി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നിയന്ത്രണവും ഇല്ല. അലമാര നിറച്ച് കുപ്പികൾ വാങ്ങി വെച്ചിട്ടുണ്ട്. എപ്പോഴും കഴിക്കണം. ഞാൻ തടയാറുമില്ല. ഇനി കഴിച്ചാൽ എന്താ, കഴിച്ചില്ലെങ്കിൽ എന്താന്ന് എന്നോട് ചോദിച്ചത്. ഗോപി, ആരെങ്കിലും പോയെന്ന് അന്വേഷിച്ചാലോ? എവിടെയാന്ന് പറഞ്ഞ അന്വേഷിക്കണേ? വീട്ടിൽ നിന്ന് നേരെ വന്നത് കോയമ്പത്തൂർക്കായിരിക്കും. അവിടുന്ന് മണ്ണാർക്കാടിന് പോയിട്ടുണ്ടാവും. എന്നാലും എത്തേണ്ട നേരം കഴിഞ്ഞല്ലോ. ഇവിടെ കാര്യങ്ങൾ എത്ര ബാക്കി കിടക്കണേ? ബന്ധുക്കൾ എല്ലാവരും നാളെ മുതൽ എത്തി തുടങ്ങും. ഏതായാലും കുട്ടൻ മണ്ണാർക്കാടിനൊന്ന് പോവാം. ഇവിടെ നമുക്ക് ഏട്ടൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിക്കാം. ഏതെങ്കിലും വെള്ളക്കമ്മലിൽ പെട്ടിട്ടുണ്ടാവണം. അതെ, ഒന്ന് അന്വേഷിക്കണേ. കല്യാണത്തിന് വരില്ലേ? ആ ശരി. എറണാകുളത്ത് എത്തിയിട്ടില്ല. എത്തിയ കൃഷ്ണേട്ടനെ കാണാണ്ടിരിക്കില്ലേ? ഹലോ ഹലോ 64783. ഉണ്ണേട്ടാ, ഉണ്ണേട്ടാ, ഇത് ഗോവിനാഥനാണ്. ആ അതെ അതെ ഏട്ടനെ. അല്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ശരി, ഞാൻ വേറൊരു കാര്യം. ഉണ്ണേട്ടാ, നമ്മളെ കൊണ്ടൊന്ന് പറയാൻ സമ്മതിക്കണ്ടേ? അയാൾക്ക് പരിഭവം ഞാനോ ഏട്ടനോ നേരിട്ട് വിളിക്കാൻ ചെല്ലാത്ത. അല്ല, അവിടെ എത്തിയോന്ന് ചോദിച്ചിട്ടില്ലോ. അതയാളുടെ വർത്താനത്തിൽ നിന്ന് മനസ്സിലായില്ലേ? എത്രയായി? 320. കുഞ്ഞുണ്ണി, ഈ കാശൊന്നും കൊടുത്തേ. നമുക്ക് പോലീസിലൊന്ന് അറിയിച്ചാലോ? അതിന്റെ ആവശ്യം എന്താ? വെറുതെ രമണിയും ദേവുനൊക്കെ പേടിപ്പിക്കാന്നല്ലാതെ നമ്മള് വീട്ടിൽ ചെല്ലുമ്പോ അവൻ അവിടെ എത്തിണ്ടാവും. നമുക്ക് കോയമ്പത്തൂർ വരെ പോയി ഒന്ന് അന്വേഷിച്ചാലോ? അത് ശരിയാണ്. നമുക്ക് നേരെ കോയമ്പത്തൂർ പോയാലോ? കോയമ്പത്തൂർ നമ്മൾ അന്വേഷിച്ചല്ലേ? നമ്മള് പോയാൽ കല്യാണത്തിന്റെ കാര്യം ആരും നോക്കാനാ? നാളെങ്കിലും സ്വർണ്ണം എടുക്കണ്ടേ? അത് 2 ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല. കല്യാണത്തിന് സാധനം കിട്ടിയാ പോരെ? അതെ, ഗോപി ഇപ്പൊ വീട്ടിലില്ലെങ്കിൽ എല്ലാവരും പേടിക്കും. കോയമ്പത്തൂർക്ക് ഞാൻ പോകാം, അതാ നല്ലത്. നിങ്ങൾ വീട്ടിലേക്ക് വെക്കൂ. ഓണം നിർബന്ധമാണെങ്കിൽ കുഞ്ഞുണ്ണി പോയാൽ മതി. നമുക്ക് ഗുരുവായൂർ വഴി പോയിട്ട് ആ മേനോനെ കണ്ട് ഒന്ന് ചോദിച്ചാലോ? ആ പോവാ. ഏട്ടൻ വന്നോ? ഇല്ല, മണ്ണാർക്കാട് ഗോപാലേട്ടൻ്റെ അവിടെ എത്തിയിട്ടില്ല. ചെല്ലൂന്ന് കത്തുണ്ടായിരുന്നു അത്രേ. പിന്നെ എവിടെ പോയി അന്വേഷിക്കാനാ? ഞാൻ ആ ഏരിയ മുഴുവൻ അന്വേഷിച്ചു. ഷൊർണൂർ, വടക്കാഞ്ചേരി, പട്ടാമ്പിയൊക്കെ ഒന്ന് കറങ്ങി. അവിടെ എങ്ങും എത്തിയിട്ടില്ല. ഇനി എവിടെ പോയി അന്വേഷിക്കാനാ നമ്മള്? കോട്ടക്കിൽ നമ്പീശിന്റെ അവിടെ നിന്ന് കയറായിരുന്നു. അവിടെ പോയി ചിലപ്പോ കൂടാറുണ്ടല്ലോ. വീട്ടിൽ അറിയിക്കാതെ പോവോ? അതും ഈ കല്യാണ തിരക്കില്ലേ. ഏതായാലും നീ ഒന്ന് പോയി അന്വേഷിക്കേ. വണ്ടി ഉണ്ടല്ലോ. പോവാം. നീ ഏട്ടത്തെ കണ്ടോ? കണ്ടു. പോയ കാര്യം പറഞ്ഞു. പറയാണ്ടിരുന്നാൽ എങ്ങനെയാ? ഇങ്ങനിട്ട് തീ തീറ്റിക്കുന്നത് എന്തിനാ? ഗോപി, ഏതായാലും കുട്ടൻ ചെല്ലേ. അമ്മാമ്മയും കൂടെ ചെല്ലേ. വല്ല വിവരവും കിട്ടിയോടാ? കോയമ്പത്തൂരുണ്ടാവും.
അവിടെ ഏട്ടന് സുഹൃത്തുക്കൾ കുറെ ഉണ്ടല്ലോ. കുഞ്ഞുണ്ണി പോയിട്ടുണ്ട്. ഈശ്വര, എവിടെ പോയി അന്വേഷിക്കും? ആരോട് പോയി ചോദിക്കും? കരയല്ലേ മോളെ, ഈശ്വരന് ഒരാപത്തും വരത്തില്ല. ഏട്ടത്തി, ഇങ്ങനെ വെറുതെ കരഞ്ഞ് അപ്പൂനെ കൂടെ വിഷമിപ്പിക്കല്ലേ. ഏട്ടൻ വരും. 2 ദിവസമല്ലേ അയാൾ പോയിട്ട്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും, അല്ലാണ്ട് ഇങ്ങനെ വൈകോ? എന്റെ ഇടത് കണ്ണ് പിടച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ ആപത്ത് വരണുണ്ടെന്ന്. അന്യനാട്ടിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ച ആരറിയാനാ? മുത്തച്ഛനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ എന്താ ആപത്താ സംഭവിച്ചേ? കരയല്ലേ മോളെ. അവരൊക്കെ വെറുതെ ഓരോന്നങ്ങനെ സങ്കല്പിച്ചു നോക്ക. ഏട്ടൻ വരാതെ എവിടെ പോവാനാ? മോളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. നാളെ ഏട്ടൻ വരുമ്പോ നമുക്ക് പോയി സ്വർണം എടുക്കണം, പിന്നെ ചെരുപ്പ്, പെട്ടി, തുന്നാൻ കൊടുത്ത തുണികളൊക്കെ വാങ്ങണം. കരയല്ലേ, പോയി കിടന്നുറങ്ങ. ചെല്ലേ ചെല്ലേ. കോയമ്പത്തൂരില്ല, തൃശ്ശൂരില്ല, കോട്ടയ്ക്കില്ല. ഇനി ഇത് എവിടെ ചെന്ന് അന്വേഷിക്കാനാ? എന്റെ മോൻ എന്തെങ്കിലും പറ്റിണ്ടാവോ ഗോപി? അമ്മാമേ, അങ്ങനൊന്നും പറയരുത്. എന്താ ഗോപി ഇത്? കൊച്ചുകുട്ടികളെ പോലെ എന്ത് സംഭവിച്ചാലും നമ്മൾ നേരിടണം. നമുക്ക് പോലീസിൽ വിവരം അറിയിക്കാം, അവരും ഒന്ന് അന്വേഷിക്കട്ടെ. പോലീസിൽ അറിയിച്ചാൽ അവർ ഏട്ടത്തോടും അമ്മയോടൊക്കെ എന്തെങ്കിലും ചോദിച്ചെന്ന് വരും. ഏട്ടത്തിയോടെങ്കിലും ഒന്ന് സൂചിപ്പിച്ചിട്ട് അറിയിക്കുന്നല്ലേ നല്ലത്. എനിക്കൊന്നിനും വയ്യ. ഗോപി, ഏട്ടത്തിയോടൊന്ന് സംസാരിക്കേ. എന്തെങ്കിലും ഇത്തിരി വെള്ളമെങ്കിലും കഴിക്കണ്ട രമണി. നീ ഒന്ന് പറയൂ അവളോട്. എന്തെങ്കിലും ഇത്തിരി കഴിച്ചില്ലെങ്കിൽ ജീവൻ കിടക്കണ്ടേ? ഞാൻ പറഞ്ഞോളാം, അമ്മായി വെക്കുള്ളൂ. എടുത്തി, അന്വേഷിക്കാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ അന്വേഷിച്ചു. ഒരറിവുമില്ല. നമുക്ക് പോലീസിലൊന്ന് അറിയിച്ചാലോ? പത്രത്തിലൊരു അറിയിപ്പും കൊടുക്കാം. എന്റെ മോൻ അച്ഛനില്ലാണ്ടായല്ലോ. ഒന്ന് എന്റെ കൂടെ വരൂ. വരൂ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഗോപിയേട്ടനും ഇങ്ങനെ തുടങ്ങിയ അമ്മായി, ഏട്ടത്തെയും രാധയൊക്കെ പിന്നെ ആരെ ആശ്വസിപ്പിക്കുക? സംഭവിച്ചെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. വെറുതെ ഒരാളെ എല്ലാരും കൂടി പറഞ്ഞു കൊല്ലുക. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ കരയല്ല വേണ്ടത്. സത്യം എന്താണെന്ന് നമുക്കറിയണം. എന്താ പറ? പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു. 3 ദിവസം മുമ്പ് രാത്രി പാലക്കാട് ഒരാള് വണ്ടി കയറി മരിച്ചു. 2 ദിവസമായി ശവം മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പേരും അഡ്രസ്സും ഒന്നും അറിയില്ല. ആളെക്കുറിച്ചുള്ള വിവരണങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നിയപ്പോൾ ഞാനത് കയറി വെച്ചു. അജ്ഞാത ജഡം, പാലക്കാട്. 45 വയസ്സ് തോന്നിക്കുന്ന അജ്ഞാതൻ റോഡ് അപകടത്തിൽ മരിച്ചു. ഇടിച്ച വാഹനം നിർത്താതെ ഓടിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇരുനിറവും 5 അടി 5 ഇഞ്ച് ഉയരവുമുള്ള അയാൾ ധരിച്ചിരിക്കുന്നത് വെളുത്ത മുണ്ടും ജുബയുമാണ്. ജഡം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നത്തെ പത്രം ആരോ കീറിയല്ലോ. എന്നിട്ട് രാമനാഥ് സാറിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഞാനിതേ സമയത്തിന് എത്തിയിട്ടുണ്ട്.
തൊടുകറിക്കുള്ള നാരങ്ങ ഇഞ്ചി ഉള്ളി ഒക്കെ എന്ന് എടുക്കണം. വൈകുന്നേരം ആവുമ്പോഴേക്കും പിള്ളേരെങ്ങ് എത്തും. സാധനങ്ങൾ എടുത്താൽ പണി തുടങ്ങാം. എന്തേന്നും വേണ്ടാത്ത ഒന്നുമില്ല, നമുക്ക് ആലോചിക്കാം. ആലോചിക്കേ. എന്താ കല്യാണത്തിന് വല്ല പ്രശ്നമുണ്ടോ? ഏയ് ഗോപിനാഥ, ഞാൻ എത്തി ഏട്ടനോടൊന്ന് പറയാം. ഏട്ടൻ ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാണ്. വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാം. അമ്മാമേ, പടിപ്പുര മാളികയിൽ നാടന്മാർക്ക് ഒരു മുറി തുറന്നു കൊടുക്കണം. നീ എവിടേക്കാ? വന്നിട്ട് പറയാം. ദൈവം വരുന്നുണ്ടോ കൂടെ? അമ്മമ്മ എവിടെ പോരുത്. ഇല്ല. ഞാൻ പാലക്കാട് SP വിളിച്ച് വിവരം പറയാം. പത്രക്കാരെഴുതുന്ന ലക്ഷണങ്ങൾ ശരിയാവണമെന്നില്ല. താൻ വിഷമിക്കാതിരി. സത്യമാണെങ്കിൽ ഞാൻ എങ്ങനെ സഹിക്കും? നിന്നേക്കാളും ധൈര്യം ഉണ്ടല്ലോ ദേവിക്ക്. എന്തായാലും നമ്മൾ സഹിക്കണ്ടേ? നീ ഇത്ര സോഫ്റ്റ് ആണോ? ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം. ഇവൻ പോയാ അവിടെ ആകെ പ്രശ്നമാകും. ഞാൻ കാലിക്കറ്റ് RDO ആണ്, ഹരികുമാർ. CA അല്ലേ ഇവിടെ? CI വീട്ടിൽ പോയിരിക്കാണ്. വിളിക്കണം സാർ? വേണ്ട, ഇരിക്കും സാർ. ശരി. ഞാൻ വന്നത് 2-3 ദിവസം മുമ്പ് ഇവിടെ റോഡ് ആക്സിഡന്റ് ഒരാൾ മരിച്ചില്ലേ, അയാളുടെ ബോഡി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞു. അത് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ ആണോ എന്ന് സംശയം. അയ്യോ സാർ, അതിന്ന് രാവിലെ സംസ്കരിച്ചല്ലോ. ആരും അന്വേഷിച്ച് വരാണ്ടായപ്പോ ഹോസ്പിറ്റലിൽ DMO വിളിച്ചു പറഞ്ഞു അതുടനെ മാറ്റണമെന്ന്. ഫോട്ടോഗ്രാഫ്സ് ഒന്നുമില്ലേ? ഉവ്വ് സാർ, ഫോട്ടോഗ്രാഫ്സും മെറ്റീരിയൽ ഒബ്ജക്ട്സും സൂക്ഷിച്ചിട്ടുണ്ട്. അതൊന്നെടുത്തേ. സാർ. ഗോപി, നിർഭാഗ്യവശാൽ അത് തന്നെയാണെങ്കിൽ നീ ബഹളമൊന്നും ഉണ്ടാക്കരുത്. ആക്സിഡന്റ് ആയിരുന്നു അല്ലേ? അതെ സാർ, രാത്രി 12 മണിക്കായിരുന്നു മരണം. ലോറി അടിച്ചത്. പിന്നാലെ വന്ന കാറുകാരാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. പിന്നിൽ നമ്പർ പ്ലേറ്റിൽ ലൈറ്റില്ലാതിരുന്നുകൊണ്ട് നമ്പർ നോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു. തലയിലൂടെയാണ് വീൽ കയറിയത്. മുഖം ചതഞ്ഞു പോയിരുന്നു. വീട്ടിലറിയിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണ്ടേ? അറിയിക്കണം സാർ. എനിക്കെൻ്റെ ചേട്ടൻ്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഒരു അനാഥ ശവം പോലെ ഇപ്പോൾ. ബോഡി വീണ്ടും പുറത്തെടുക്കണമെങ്കിൽ കളക്ടറുടെ സ്പെഷ്യൽ ഓർഡർ വാങ്ങണം. എനിക്കത് ആചാരപൂർവ്വം സംസ്കരിക്കണം. അത് നമുക്ക് ശരിയാക്കാം. പക്ഷേ ഇന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് സംശയമാണ്. സമയം എത്രയായില്ലേ? നാളെ എങ്ങനെയായാലും കൊണ്ടുപോകാം. ഞങ്ങളിപ്പോ വീട്ടിലേക്ക് പോവാം. അതാ നല്ലത്. നിങ്ങൾ വീട്ടിലേക്ക് വയ്ക്കും. അവിടെ ചെന്നിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് അയച്ചാൽ മതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. വൈകണ്ട, പുറപ്പെട്ടു. ഞാനിത് എങ്ങനെ പറയും? പറയാതെന്ത് ചെയ്യും? അളിയനാണെങ്കിലും എന്റെ ഗോപി, നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ലല്ലോ. രണ്ടാളും കൂടെ ചുറ്റാൻ കണ്ട സമയം. ഏട്ടൻ ഓ, നിന്റെ ഏട്ടൻ എല്ലാരെയും പേടിപ്പിച്ചു. ഏട്ടനൊന്നും പറ്റിയിട്ടില്ല. കത്ത് വന്നിട്ടുണ്ട് നിന്റെ പേരില. കൈപ്പട കണ്ടപ്പോ ഞാൻ പൊട്ടിച്ചു. വിരോധമുണ്ടോ? വിരോധം ഉണ്ടെങ്കിൽ എനിക്കൊന്നുമില്ല. ഇവൻ എന്തൊക്കെയോ ധരിച്ചു. പാവം. എടാ, ഈശ്വരൻ അത്ര കണ്ണുപൊട്ടനൊന്നും അല്ല. സ്വപ്നം കണ്ടു നിൽക്കാതെ വാ.
മനസ്സിലാകുന്നില്ല. അത് വായിക്കൂ. എല്ലാം മറന്നുകൊണ്ട് സംഗീതം മാത്രം ഉപാസിച്ചുകൊണ്ടുള്ള യാത്ര ഒരു സന്യാസമാണിത്. രാധയുടെ വിവാഹം കഴിഞ്ഞിട്ട് പോരെ ഈ യാത്ര എന്ന് ആലോചിച്ചു. പക്ഷെ ഓരോ നിമിഷം കഴിയും തോറും എൻ്റെ മനസ്സിൻ്റെ ഉറപ്പ് നഷ്ടപ്പെടുന്നു. അവിടെ നീയുണ്ടല്ലോ എല്ലാറ്റിനും. രാധയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവളുടെ വിവാഹമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആശ. ഏട്ടത്തിയോട് നീ എല്ലാം പറയണം. അവൾക്ക് എന്നെ മനസ്സിലാവും. പിന്നീട് അവൾക്ക് എന്നെ എത്തിക്കൊള്ളാം. മുത്തച്ഛനോടും അമ്മയോടും അമ്മാമ്മയോടും അപ്പുവിനോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം. ഏട്ടൻ നിന്റെ പഴയ രാമേട്ടനായി തിരിച്ചു വരും, ഉറപ്പ്. ഗോപിയേട്ടാ, ഗോപിയേട്ടാ, അരുത്. ഇപ്പൊ എല്ലാരും എന്ത് സന്തോഷത്തിലാണ്. നമുക്കത് തകർക്കണ്ട. നമുക്കും ഇത് അംഗീകരിക്കാം. ഏട്ടൻ തീർത്ഥാടനത്തിന് പോയിരിക്കുന്നു, തിരിച്ചു വരും. ഗോപിയേ, നീ അറിഞ്ഞില്ലേ കാര്യങ്ങള്? ഏതായാലും ജീവിച്ചിരിപ്പുണ്ടല്ലോ, അത് മതി. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. ഈശ്വരൻ തോന്നിപ്പിച്ചതാ. തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വേണ്ടാത്ത ശീലങ്ങളും കളഞ്ഞ് അവൻ വൈകാതെ വരും. പണ്ട് അച്ഛനും ഉണ്ടായിരുന്നു ഇങ്ങനൊരു ചിന്ത, സന്യസിക്കണമെന്ന്. ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാ. എന്നോട് പറഞ്ഞെങ്കിൽ ഞാനും സമ്മതിക്കില്ലായിരുന്നു. നഷ്ടപ്പെട്ടെന്ന് കരുതിയിട്ട് നഷ്ടപ്പെട്ടില്ല എന്നറിയുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. നീ എന്താ വല്ലാണ്ടിരിക്കണേ? കുടുംബഭാരം തലയിൽ വെച്ച് നിന്നിട്ട് പോയതുകൊണ്ടായിരിക്കും. പഠിക്കട്ടെ, ഇത്രയും നാൾ ഉഴപ്പി നടന്നല്ലേ. എന്നിങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ ചെത്തി നടക്കാന്നായിരുന്നു വിചാരം. ഇനിയിപ്പോ കാർന്നവരുടെ സ്ഥാനത്ത് നിന്ന് രാധയുടെ കല്യാണം നടത്തണം. ഏട്ടത്തിയുടെയും അപ്പുവിന്റെയും മുത്തശ്ശന്റെയും അമ്മായിയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഈ പാവത്തിന്റെ ഇവനിവിടെ തമാശ പറഞ്ഞു നിൽക്കുക. എടാ, കാര്യങ്ങളൊക്കെ ഇനി പെട്ടെന്ന് നീക്കണം. ആ നാരനാർക്ക് വെള്ളം വല്ലതും കൊടുത്തു? വെള്ളം ഞാനൊരു മുന്തേ കൊടുത്തുല്ലോ. അതല്ല അമ്മായി, ലഹരി. ഓ, അതിന് വെള്ളം ഓ, വെള്ളമായാലും മോരായാലും അതൊക്കെ എല്ലാ സ്ഥലത്തും അവരുടെ പതിവ്. അത് കൊടുക്കണം. ആ, ഏട്ടന്റെ അലമാരയുടെ ഉള്ളില് 3-4 കുപ്പി ഇരിപ്പുണ്ട്. ദാ, എടുത്തു കൊടുക്ക.